മോഡുലാർ കിച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ഫിനിഷിങ്ങോടുകൂടി നമ്മുടെ രീതിയിൽ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സ്ലാബ് പണിയുന്നതിന് പകരം ഇങ്ങനെ ചെയ്ത സ്ട്രോങ്ങിന് വല്ല കുറവുണ്ടാവും എന്ന് എടുത്ത് ചോദിക്കുന്നവരും ഉണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം തന്നെയാണ് അത്. പക്ഷേ മെറ്റീരിയലിൻ്റെ വെയിറ്റും വർക്കിൻ്റെ രീതിയും കണ്ടപ്പോൾ അവർക്ക് അതിൻ്റെ സംശയം മാറി. മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റ് വേരിയേഷൻ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ ഹൈറ്റുള്ള വ്യക്തിയാണ് കിച്ചണിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 82 സെൻറ്റിമീറ്റർ ഗ്രാനൈറ്റ് അടക്കം ഹൈറ്റ് കിട്ടിയാൽ മതി. 80ൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇടുപ്പ് വേദന വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ 85ൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഷോൾഡർ വേദനയും വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ ആളുകളും മോഡുലാർ കിച്ചൺ ചൂസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്. അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നത്. ഈ വർക്കിൽ കൂടുതലും ഡ്രോകളാണ് കേട്ടോ. ഒരു പുള്ളൗട്ട്, ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ്, ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ്, 2 കട്ട്ലറി. ഇപ്പോൾ കൂടുതലും ഗ്യാസ്കറ്റും കൂടുതലും നമുക്ക് പുറത്ത് വെക്കുന്നതാണ് സേഫ്റ്റി. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ്. വർക്കിനായി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്